വെൽക്കം ബാക്ക് ടു സെൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്, കോളത്തിൻ്റെ ടെംപ്ലേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് ക്യൂബിക് മീറ്ററിൽ അതിൻ്റെ വോളിയം കിട്ടും എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ യൂണിറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അതേപോലെ ആ ടെംപ്ലേറ്റിൽ പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്തു, ക്യൂബിക് മീറ്ററിൽ നമുക്ക് കിട്ടി. സോ ഇന്ന് നമ്മൾ പറയാൻ പറ്റുന്നത് ആ കോളം എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ അല്ലാതെ ഒരു മേ ബി സ്ക്വയറും അല്ലാതെ നമുക്ക് എന്ത് വരും, സർക്കിൾ വരും. സോ അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ കോളം 1 എന്ന് കൊടുത്തിട്ടുള്ളത് പേര് മാറ്റിയിട്ട് അതൊരു എന്താ പറയുക C1 C2 സംതിങ്, ഞാനൊരു C1 എന്ന് കൊടുക്കാം. ഞാൻ ആദ്യം ചെയ്തതിന് അല്ലെങ്കിൽ C1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഞാനതിനെ ഒരു കോളം എന്ന് പറഞ്ഞാണ്ട് ഉണ്ടാക്കി. ടെംപ്ലേറ്റിൻ്റെ പേരാണ് കേട്ടോ മാറ്റിയത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, ദെൻ അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ദെൻ C1 എന്ന് കൊടുത്തില്ലേ, നമുക്ക് ഇനി C2 ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വേറൊരു ടെംപ്ലേറ്റ് ഇതേപോലെ ന്യൂ ടാബ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ന്യൂ ഫോൾഡർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോളം എന്ന ഓപ്ഷൻ എടുക്കുക. കോളം എന്ന് ടൈപ്പ് ചെയ്തിട്ട് കോളത്തിന് താഴെ നമുക്ക് 2 ടൈപ്പ് ഓഫ് കോളംസ്, ഒന്ന് റെക്റ്റാങ്കിളും ഒന്ന് എന്താ സർക്കിളും, ആ ഒരു രീതിക്ക് വെക്കുക. കാരണം നമുക്ക് 2 കോളം ഉണ്ട്. അപ്പോൾ ഞാൻ ആ കോളം എന്നുള്ള ന്യൂ ടാബ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു, പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി. ആ ഫോൾഡറിൽ കോളം 1 കോളം 2 എന്ന രീതിക്ക് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. സോ കോളം 1 നമുക്കറിയാം, ലെങ്ത്തും ഡെപ്ത്ത് ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളത് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് അതേപോലെ നമ്മളെന്ത് ന്യൂ കൗണ്ടിലോട്ട് പോവാം. ന്യൂ കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ന്യൂ കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ പുതിയൊരു കൗണ്ട് വന്നു. അതിൽ പേര് C2 എന്ന് കൊടുത്തു. നമുക്ക് ഇനിയിപ്പോൾ C1 ഉണ്ട് നമ്മളെ കയ്യിൽ, C2 എന്ന് പേര് കൊടുത്തു. സ്കെയിലിഡ് ചെയ്തു. സ്കെയിലിഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ, ആ ഒരു ഡയമെൻഷൻ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളിപ്പോൾ സർക്കിളാണോ ആ ഒരു ഷേപ്പില്ലേ, അതിനാണ് നമ്മൾ സ്കെയിൽ ചെയ്യണത് കേട്ടോ. അത് മാറിപ്പോയത് ഒരിക്കലും. സ്കെയിൽ ചെയ്യുന്നത് ആ ഷേപ്പിനെയാണ് നമ്മൾ സ്കെയിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കപ്പോൾ C1 C2 കിട്ടി. നമുക്ക് ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനിലൊന്ന് മാറ്റി കൊടുക്കുക. കാരണം ഡിസ്ക്രിപ്ഷൻ ആകുമ്പോൾ നമുക്ക് C1 എന്താ C2 എന്താണെന്ന് നമുക്ക് ഡ്രോയിങ് നോക്കാതെ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. C1 ഡിസ്ക്രിപ്ഷനിൽ ഞാൻ റെക്ടാങ്കുലർ സംതിങ് ലൈക്ക് ദാറ്റ്. എന്താണ് നമുക്ക് അവിടെ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുത്തു. റെക്റ്റാങ്കിൾ എന്ന് കൊടുത്തു, റെക്റ്റാങ്കുലർ കോളം എന്ന് കൊടുത്തു. സോ ഇനി എന്ത് ചെയ്താൽ ഓക്കെ കൊടുക്കുക. അവിടെ നമുക്കിനൊന്നും മാറ്റാനില്ല. നമ്മൾ ലെങ്ത്ത് ഡെപ്ത്ത് ഓർ ഹൈറ്റ് ഒക്കെ കഴിഞ്ഞ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇക്വേഷൻസൊക്കെ സെറ്റാക്കിയതായിരുന്നു ഞാൻ. സോ ഇനി അടുത്തത് C2 എന്താണ്, നമ്മൾ സർക്കിളാണ്, സർക്കുലാർ അല്ലെങ്കിൽ സർക്കിൾ എന്തെങ്കിലും സംതിങ് ലൈക്ക് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ, നമുക്ക് മാത്രമല്ല ഈ ഷീറ്റ് എടുത്ത് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇത് നമുക്ക് ചിലപ്പോൾ ഓഫീസ് വർക്കൊക്കെ ആണെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യും ഈ ഒരു ഫയൽ. അപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും, ഫോൾഡറിലായിരിക്കും നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പേരൊക്കെ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. സോ C1 സെറ്റായി, C2 സെറ്റായി. ഇനി C2ൽ എന്ത് വേണം, നമുക്ക് പ്രോപ്പർട്ടീസിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ പോവുക, ദെൻ അഡ്വാൻസ്ഡ്. നമ്മൾ പറഞ്ഞത് എന്താ, സർക്കിളാണ് കാണുന്നത്, സർക്കിളിൻ്റെ ഏരിയയാണ് കാണുന്നത്. ക്വാണ്ടിറ്റി എന്താ അവിടെ വരിക, ക്വാണ്ടിറ്റി പറഞ്ഞത് കൗണ്ടാണ്. 1 2 3 അങ്ങനെ എത്ര കോളം ഉണ്ട്, സർക്കിൾ കോളംസ് ഉണ്ട്. ഇതാണ് നമ്മളെന്ത് πr² × h, π×r²h. സോ നമുക്ക് പൈൻ്റെ വാല്യൂ 3.14 വരെ എടുക്കാം. 6 പറഞ്ഞത് അതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയറാണ്. ദെൻ h ഹൈറ്റ്. സോ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രോപ്പർട്ടീസിൽ പോയ ശേഷം ഇതൊന്ന് അഡ്വാൻസിൽ പോവുക. അഡ്വാൻസിൽ പോയിട്ട് നമുക്ക് ഇനി എത്ര കോളം ആഡ് ചെയ്യണം, 2 നമുക്ക് ഒന്ന് ആഡ് പ്രോപ്പർട്ടി എടുക്കാം, അല്ലെങ്കിൽ ഇൻസെർട്ട് പ്രോപ്പർട്ടി എടുക്കാതെ നമ്മൾ ഇഷ്ടമാണ് കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നമുക്കെന്താ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഹൈറ്റ് എത്രയാണോ ഹൈറ്റ് നമുക്ക് തന്നിട്ടുള്ളത് അതെടുക്കുക. പിന്നെ ഗ്രൂപ്പ് എസ്റ്റിമേറ്റിങ്ങിൽ തന്നെ കൊടുക്കുക. ദെൻ ഓക്കെ കൊടുക്കുക. ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മൾ. ദെൻ ഇക്വേഷൻ സെറ്റ് ചെയ്യാൻ പോവാണ് ഫസ്റ്റ്. അതിന് ഇക്വേഷന് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ആദ്യം ഹൈറ്റ്, പിന്നെ റേഡിയസ്, അങ്ങനെയുള്ളതൊക്കെ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് നാവിഗേറ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടെത്തിച്ചു. പിന്നെ ഞാനൊന്നും കൂടി ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മളെന്താ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, റേഡിയസ് r², അല്ലെങ്കിൽ ഡയമീറ്ററിൻ്റെ പകുതി അല്ലേ റേഡിയസ്. അപ്പോൾ ഇതാണോ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അതെടുക്കുക. ഞാനിപ്പോൾ റേഡിയസ് നിർത്തും, അല്ലെങ്കിൽ ഡയമീറ്റർ ബൈ 2. ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞൊന്ന് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഗ്രൂപ്പ് സെറ്റ് ചെയ്യുക, എസ്റ്റിമേറ്റിംഗ് എന്നാണ് ഗ്രൂപ്പ് എടുക്കുക. ദെൻ
ഓക്കെ കൊടുക്കുക. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇക്വേഷന് വേണ്ട സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് മുകളിലോട്ട് നാവിഗേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് എത്തിക്കാം. ദെൻ ക്വാണ്ടിറ്റിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പൈൻ്റെ വാല്യൂ നമുക്കറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുവരെയുള്ളത് മനസ്സിലായില്ല. ഇനി നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യണം. എല്ലാ കുറിയും നമ്മൾ കോളത്തിൻ്റെ അതേപോലെ തന്നെ ബ്ലോക്ക് വർക്കിൻ്റെയൊക്കെ ഇക്വേഷൻ ഫോം ചെയ്തില്ല അതേപോലെ തന്നെ. അതിൻ്റെ മുമ്പായിട്ട് നമുക്കിതിൻ്റെ യൂണിറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം മീറ്ററിലാണ്. സോ സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്ന മീറ്ററിലാണ്. ആസ് യു വിഷ്, എന്താണ് നിങ്ങളുടെ ഷീറ്റിലുള്ളത് അതേപോലെ കൊടുക്കുക. ദെൻ എന്താ വെച്ചാൽ നമുക്കിനി ഇക്വേഷൻ ഫോം ചെയ്യാം. ടേക്ക് ഓഫ് പറയുന്നത് എന്താണ്? കൗണ്ടാണ്. അവിടെ 1 2 3 അങ്ങനെയുള്ള കോളത്തിൻ്റെ കൗണ്ടാണ്. ദെൻ മൾട്ടിപ്പിൾ വിത്ത് ഹൈറ്റ് മൾട്ടിപ്പിൾ വിത്ത് അതിൻ്റെ റേഡിയസ് സ്ക്വയറാണ്. അപ്പോൾ എത്ര വട്ടം വേണ്ടി വരും? റേഡിയസ് 2 പ്രാവശ്യം വേണ്ടി വരും അല്ലേ? അങ്ങനെയല്ലേ? ആർ സ്ക്വയർ എന്ന് പറയുന്നത്, ആർ സ്ക്വയർ ഞാൻ റേഡിയസ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ആർ സ്ക്വയർ എന്ന് പറയുന്നത്. സോ ആർ സ്ക്വയർ ഇപ്പോൾ എന്തായി? കൗണ്ടായി, ഹൈറ്റായി, റേഡിയസിൻ്റെ സ്ക്വയറായി. ദെൻ നമുക്ക് ഇനി എന്താണ് വേണ്ടത്? ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ ബ്രാക്കറ്റിൽ ഇട്ടേക്കാണ്ടോ. റേഡിയസ് 2 വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നമുക്കതിനെ ആ ഒരു 3 ക്ലിക്കില്ലേ കണ്ടോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ നമുക്കതിൻ്റെ ഫുൾ കംപ്ലീറ്റ് ഫോം കിട്ടും. സോ അതായിരിക്കും കുറച്ചുകൂടി, അത് നോക്കി ചെക്ക് ചെയ്ത് ആണ് ചെയ്യായിരിക്കും കുറച്ചുകൂടി ആപ്റ്റ്. കാരണം നമുക്ക് എറർ വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്കത് എറർ എഴുതി കാണിക്കും. അപ്പം നമുക്ക് മാറ്റം വരുത്താം. നമുക്ക് തെറ്റാണെങ്കിൽ അത് തൊട്ടടുത്ത് തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ല അതേപോലെ എഴുതി കാണിക്കും. അപ്പം നമുക്ക് മാറ്റം വരുത്താം. ഇൻറ്റു 3.14 ഇതാണ് നമുക്ക് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഞാൻ ഫോം ചെയ്തു. അതെന്താണ്? ക്യൂബിക് മീറ്ററിലാണ് ഞാൻ ചെയ്യുന്നത്. സോ ക്യൂബിക് മീറ്റർ കൊടുത്തു. ദെൻ ഇവിടെ നമുക്ക് ഡെസിമൽ മാറ്റാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പ്രോപ്പർട്ടി പോയാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടിയിൽ പോയാൽ എന്ത് ചെയ്യും? നമുക്കവിടെ താഴെയായിട്ട് കണ്ടോ ഡെസിമൽ പ്ലേസസ്, അത് നമുക്ക് അത്ര വേണമെങ്കിലും മാറ്റി കൊടുക്കുക. അതൊക്കെ നമ്മളെ വിഷയമാണ്. സോ നമുക്കതെന്താണ് ഓക്കെ കൊടുക്കുക. ഞാൻ 2 എടുത്തിട്ടുള്ളത്. ദെൻ ഇനി നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ ഒന്ന് ടിക്ക് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മറക്കരുത്, ഒരിക്കലും മറക്കരുത്. നമുക്കത് കാണണമെങ്കിൽ അതൊക്കെ ഒന്ന് ടിക്ക് ചെയ്താൽ, ഞാൻ ജസ്റ്റ് ഒന്ന് അതിനെ ബ്രാക്കറ്റ് ആക്കാണ്ടോ ചെയ്തു, ഞാനത് മറന്നുപോയി. സോ ഞാനതൊന്ന് എല്ലാത്തിനും ഒന്ന് ക്ലോസ് ചെയ്തു, ക്ലോസ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു, ഒന്ന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നമുക്ക് വൺസ് നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഈ ടെംപ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യാം. ഇങ്ങനെ ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകതകളും അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിത് വൺസ് സെറ്റ് ചെയ്താൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും യൂസ് ചെയ്ത് ഉപയോഗിക്കാം. സോ അതിൽ ക്വാണ്ടിറ്റി എടുക്കുക. ക്വാണ്ടിറ്റി അതേപോലെ തന്നെ ഹൈറ്റ്, റേഡിയസ്, ഇതൊക്കെ ഞാൻ അതിൻ്റെ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ റേഡിയസോ ഡയമീറ്റർ, അതിൻ്റെ റേഡിയസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ യൂണിറ്റ് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തിട്ടു. സോ ഇത്രയേ ഉള്ളൂ. ദെൻ ഓക്കെ കൊടുക്കുക. ദെൻ നമുക്ക് നമ്മളെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും യൂണിറ്റിൻ്റെ അവിടെയോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ദെൻ ഓക്കെ കൊടുക്കുക. ദെൻ C2 ഈസ് ഫോർവേഡ്. ദെൻ ഹോമിലോട്ട് പോയിട്ട് ഞാൻ ഈ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ കോളം എന്നുള്ള ഓപ്ഷൻ എടുത്തു. കോളം എന്നതിൻ്റെ ഫോൾഡറിൽ 2 കോളം ഉണ്ട്. C1 ഉണ്ട്, C2 ഉണ്ട്. C2 ആണ് നമ്മളെ കോളം. നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നതിൻ്റെ കോളം സർക്കുലർ കോളം. സോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ദെൻ നമ്മൾ ഹൈറ്റ് കൊടുക്കുക. ഹൈറ്റ് ഞാനൊരു 3 കൊടുത്തു. സോ റേഡിയസ് ഓർ ഡയമീറ്റർ ബൈ 2. റേഡിയസ് എത്രയാണെന്ന് നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു വാല്യൂ കൊടുത്തു. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു വാല്യൂ ഇട്ട് കൊടുത്തു എന്നുള്ളൂ കേട്ടോ, അറിയാൻ വേണ്ടിയിട്ട്. ദെൻ ഞാൻ കളറൊന്നൊക്കെ നോക്കി സെറ്റാക്കി, ഓൾറെഡി സെറ്റാക്കിയതായിരുന്നു. ദെൻ ഓക്കെ കൊടുത്തു. ഐ എം ഗോയിങ് ടു കൗണ്ട്. ദെൻ 1 2 അതേപോലെ തന്നെ 3. അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ കണ്ടോ C2ൻ്റെ അവിടെ ക്യൂബിക് മീറ്ററിൽ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ വരിക? 1 2 3 അങ്ങനെയല്ലേ വരിക? അതല്ല നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. നമുക്കതിൻ്റെ ക്യൂബിക് മീറ്ററിലായിട്ട് കിട്ടും. ഇത് വളരെ എന്താ പറയുക, നമുക്ക് സൗകര്യപ്രദമാണ് കേട്ടോ. നമുക്കിനി അടുത്ത എന്തെങ്കിലും ഷീറ്റ് ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് C2 കൊടുക്കുക, അതിൻ്റെ വാല്യൂസ് മാറ്റി കൊടുക്കുക. അങ്ങനെ ഓരോന്നിങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വാല്യൂസ് കിട്ടും. സോ ഇത് വൺസ് നമ്മൾ സെറ്റ് ചെയ്താൽ മതി. നമുക്ക് പിന്നീട് ഇങ്ങനെ യൂസ് ചെയ്ത് കണ്ടിന്യൂഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറ് കേട്ടോ. ടെംപ്ലേറ്റ് ക്രിയേഷൻ ഇതിൽ നമ്മൾ ബ്ലോക്ക് വർക്കിൻ്റെ പഠിച്ചു, കോളം റെക്റ്റാങ്കുലർ പഠിച്ചു, കോളം സർക്കുലർ പഠിച്ചു. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റിൽ ഇവിടെ അറിയിക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ നന്ദി. താങ്ക് യു സോ മച്ച്.